ഒന്നുകിൽ അസുഖങ്ങൾ, വയറുവേദന, ചൊറിച്ചിൽ, ബുദ്ധിമുട്ടുകൾ, ജോലിക്ക് പോയാൽ ശരിയാവില്ല, അവിടെ നിന്ന് ശരിയാവില്ല, കല്യാണം കഴിച്ച പ്രശ്നങ്ങൾ, കല്യാണം കഴിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ, കുഞ്ഞുണ്ടായ പ്രശ്നം, അതുങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. ഒരു സമയം പോലും സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. ഇത്രയും ഡേഞ്ചറായ സിറ്റുവേഷനിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീ കൊളുത്തി മരിക്കപ്പെട്ട ആളുകളുടെ ഈ ദോഷങ്ങളെ പറ്റിയൊക്കെ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ ആത്മാവിൻ്റെ സാന്നിധ്യം ഭയങ്കര ദോഷകരമായിട്ടുണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആത്മാക്കളെല്ലാം ഒരേ രീതിയിലാണോ? നമ്മളെല്ലാ മനുഷ്യരും ഒരുമിച്ച് ജനിക്കുന്നു. ഒരു പ്രത്യേകത ഇല്ല. ജനിക്കുന്ന ഒരു എല്ലാ കുഞ്ഞുങ്ങളും ഒരേ കഴിവിലും പിന്നെ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും നോർമലായിട്ട് ജനിക്കുന്നത്. പിന്നീട് നമ്മുടെ ജീവിതത്തിലോട്ട് എന്തുകൊണ്ട് നമ്മളെല്ലാവരും വ്യത്യസ്തരായിട്ട് മാറുന്നു? ചില ആളുകൾ ഉയർന്ന തലത്തിലോട്ട് പോകുന്നു, ചില ആളുകൾ യോഗിമാരായി മാറുന്നു, ചില ആളുകൾ സന്യാസിമാരായി മാറുന്നു, ചില ആളുകൾ ഗുണ്ടകളായി മാറുന്നു, ചില ആളുകൾ ക്രിമിനൽസായി മാറുന്നു, ചില ആൾക്ക് ഒരു ഗതിയില്ല. ഇതെന്തുകൊണ്ട് ഈ വേരിയേഷൻ വരുന്നത്? പ്രവർത്തനമാണ്. എന്താണ് പ്രവർത്തനം? പ്രാണനെ കൃത്യമായി പരിപാലിച്ച് കൊണ്ട് നടന്ന ആത്മീയ കാര്യങ്ങൾ കൂടി ചെയ്യുന്ന ആളുകൾ രക്ഷപ്പെട്ടു പോകും. ഒരാളുകളും ദ്രോഹിക്കാതെ അവനവൻ്റെ കാര്യം നോക്കി അടങ്ങുന്നത് ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകും. മറ്റുള്ളവരുടെ കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും നോക്കി പറയുന്ന ആളുകൾ ക്രിമിനൽസായിട്ടോ ഈ പറയുന്ന മോശമായിട്ടോ ആളുകൾ മാറും. ഇതാണല്ലോ പൊതുവെ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് പറയാൻ കാണുമെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും. ഞാൻ എന്നെ എടുക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് ഞാൻ പ്രാർത്ഥിച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഇരുന്നിട്ട് എനിക്ക് മരിക്കാൻ തോന്നാം. ഞാൻ ആ സമയത്ത് തീ കൊളുത്തി മരിക്കാമെന്ന് വിചാരിക്കാം. എനിക്ക് എന്താ സംഭവിക്കുന്നത്? എൻ്റെ ദേഹത്തോട്ട് ഞാൻ മണ്ണെണ്ണ ഒഴിച്ചോ പെട്രോൾ ഒഴിച്ചോ തീ കൊളുത്തി മരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരം വേവുക എന്ന് പറയുന്നതിൻ്റെ ആ സമയമുണ്ടല്ലോ, ആ ഡ്യൂറേഷൻ, അത്രയും സമയം എൻ്റെ ന്യൂറോൺസിൽ ഉണ്ടാവുന്ന ഊർജ്ജ പ്രവാഹം ഭയങ്കര പവറായിരിക്കും. അതായത് ഞാൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികാരം ഉണ്ടല്ലോ. എന്താണ് പ്രതികാരം? എന്നെ ഈ അവസ്ഥയിൽ എന്നെ തീ കൊളുത്തി മരിക്കാൻ വേണ്ടി എന്നെ ഈ അവസ്ഥയിലോട്ട് ആക്കിയ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കാമുകൻ, എൻ്റെ നാട്ടുകാർ, എൻ്റെ ബന്ധുക്കാർ, എന്നെ ദ്രോഹിച്ച ആളുകളെ മുഴുവനും ആ തീ കൊളുത്തി മരിക്കുന്ന ഒരു 15 അരമണിക്കൂറോ സമയം ഞാൻ അവരെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. അല്ലേ? ഞാൻ വേറെ ഒന്നും ആയിരിക്കില്ല ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ആത്മാവിലോട്ട് ഞാൻ എന്തായിരിക്കും കൊടുക്കുന്നത്? നിനക്ക് ഇവിടെ ഇനിയും കർമ്മമുണ്ട്. ഞാൻ എൻ്റെ ആത്മാവിനെ വരുതിയിൽ വരുത്തുക. എന്ത് വരുതിയിൽ വരുത്തുന്നു? ഈ ഞാൻ കടന്നുപോയ എൻ്റെ വേദനകളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രതികാരവും എല്ലാം ആ സമയത്ത് അരമണിക്കൂർ കൊണ്ട് ഒരാൾ ദുരാത്മാവായിട്ട് മാറുന്നതിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. കൂട്ടിയ അളവിൽ ഇത് സാധനം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന് ഒരു കാരണവശാലും റിലീസ് പുറത്തോട്ട് പോകാൻ പറ്റില്ല. എവിടെയാണോ ആ ബോഡി കത്തിക്കരിഞ്ഞ് കിടന്ന്, എവിടെയാണോ ആ സാധനം സംഭവിച്ച് അവിടെ എന്ത് പറ്റും? എൻലൈറ്റ്മെൻറ്റിലോട്ട് പോകും. പോസിറ്റീവ് എൻലൈറ്റ്മെൻ്റ് അല്ല, നെഗറ്റീവ് എൻലൈറ്റ്മെൻറ്റിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ പിടിച്ച് നിർത്താനുള്ള പവർ അവിടെ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ പറയുന്നൊരു ഡെപ്ത് മനസ്സിലാക്കണം. എന്നാണ് നോർമൽ മരണത്തെ പോലെയല്ല തീ കൊളുത്തി മരിക്കുക എന്നൊക്കെ പറയുന്നത്. അത്രയും പവർഫുള്ളിൽ ഞാൻ എൻ്റെ ചിന്തകളെ എൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിന് പിന്നെ റിലീസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താണോ മരണസമയത്ത് ചിന്തിക്കുന്നത് അത് നടത്തിയെടുക്കാതെ എൻ്റെ ആത്മാവിന് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ നിന്ന കാരണം എൻ്റെ മരണത്തിലോട്ട് തള്ളിവിട്ട ആളുകളുണ്ട്. ഞാൻ അവിടെ തന്നെ അങ്ങ് നിൽക്കും. മരണം സംഭവിച്ചു, കർമ്മങ്ങൾ കഴിഞ്ഞു, എന്ത് കർമ്മങ്ങൾ ചെയ്താലും ഇനി എവിടെ കൊണ്ട് ഒഴിക്കാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നെ ആരാണോ ദ്രോഹിച്ചത് അവർക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. ആ മണ്ണിൽ തന്നെ ഞാൻ നിൽക്കും. പതുക്കെ അവരുടെ മക്കളുമായിട്ട്, അവരുടെ ബന്ധുക്കാരുമായിട്ട്, അവരുടെ നാട്ടുകാർ, അവരുടെ ആരോഗ്യം, അവരുടെ സാമ്പത്തികം എല്ലാവരും ഞാൻ വളഞ്ഞിട്ട് പിടിച്ച് കൂടെ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ കുടുംബത്തിൽ കലഹമുണ്ടാക്കി ആ കുടുംബത്തിലെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ ഭാഗ്യമുള്ള ആളുകളുണ്ടല്ലോ. എൻ്റെ ശാപമാണ് ഞാൻ നിൽക്കുന്നത്. ശാപമായിട്ട് ഞാൻ എല്ലാവർക്കും ശപിച്ചിട്ടാണ് ഞാൻ ഈ സമയത്ത് നിൽക്കുന്നത്. എൻ്റെ ശാപമേറ്റ എല്ലാവരെയും എനിക്ക് കൺട്രോൾ വരുത്താൻ പറ്റും. കാരണം ഞാനും ഈശ്വരൻ്റെ പുത്രനായിരുന്നു. നമ്മളെല്ലാവരും ഈശ്വരാംശമാണല്ലോ. ഈശ്വരാംശമായ എന്നെ നശിപ്പിക്കാൻ ഈശ്വരാംശമുള്ള നിനക്ക് അധികാരമില്ല. ഓക്കെ, നീയും ഈശ്വരാംശമാണ്, ഞാനും ഈശ്വരാംശമാണ്. എൻ്റെ ഈശ്വരാംശത്തെ നശിപ്പിക്കാൻ നിനക്ക് അധികാരമില്ല. അങ്ങനെ നീ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഉള്ളത് എൻ്റെ തീരുമാനം, നിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത്. അത് ഈശ്വരൻ എനിക്ക് വിട്ടുതരും. ഓക്കെ, നിൻ്റെ ഈ ഭൂമിയിൽ നിന്നെ ഞാൻ പറഞ്ഞയച്ചു, ഈ ഭൂമിയിൽ നീ ജനിച്ചു. പക്ഷേ ആ ഭൂമിയിൽ മറ്റുള്ള മനുഷ്യർക്ക് ജീവിക്കുന്ന പോലെ നിനക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ
നിന്നെ ആരാണോ നശിപ്പിച്ച്, നിന്നെ ആരാണോ ദ്രോഹിച്ച് അവരെ നിനക്ക് നശിപ്പിക്കാം. പെർമിഷൻ ഗ്രാൻഡഡാണ്. ദൈവം നമുക്ക് പെർമിഷൻ തരും. കാരണം വേറെ ഒന്നുമില്ല അതിനകത്ത്, ഇന്ന് ചോയ്സ് ഇല്ല. കിട്ടിയോ വാങ്ങിച്ചോളണം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു മനുഷ്യനെ വേദനിപ്പിക്കാനോ ചതിക്കാനോ അവനെ മരണത്തിലോട്ടോ തള്ളിവിടരുതെന്ന് പറയുന്നതിന് കാരണം ഇതാണ്. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ ഇനി എന്ത് ഉപാസന ഉള്ളവനാണെങ്കിലും ഇനി എന്തെന്ന് പറഞ്ഞാലും ഉപാസന ദേവതകൾക്ക് അങ്ങ് മാറിയേക്കും. എന്താ കാര്യം, കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കും, പക്ഷേ അത് വലിയ അപകടമായിരിക്കും. കാരണം ഉപാസന ദേവതനെ അവൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെടേണ്ടി വരും. അത്രത്തോളം ഒരു മനുഷ്യനെ കഷ്ടപ്പെടാൻ പറ്റില്ല. ഒരു പോയിന്റ് അത് ഉപാസന ദേവത നമ്മൾ ഉപാസനയൊക്കെ നിർത്തും, തനിയെ നിർത്തും. ഇവനെങ്ങ് പിടിക്കും, ഈ ആത്മാവ് ഞാൻ കയറി അങ്ങ് പിടിക്കും. ഇവരെ പിടിച്ചിട്ടില്ല, കറക്കും അവിടെ ഇട്ട്. ഇവരൊന്നും ചെയ്യില്ല. ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, മകളാവാം, മക്കളാവാം, ഭാര്യയാവാം, സ്വത്തുക്കളാവാം, എന്തോ ആവാം, അത് ഞാൻ തകർക്കാൻ തുടങ്ങും. കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തി, എൻ്റെ ആത്മാവ്, ഞാൻ പ്രേതാത്മാവായിട്ട് മാറിയേക്കാം. ഞാൻ ഇത് നിന്നിങ്ങനെ ആസ്വദിക്കും ഇവരുടെ തകർച്ച. വർഷങ്ങളോളം ഒറ്റയടിക്ക് കൊന്നുകളയില്ല ഒരിക്കലും. വർഷങ്ങളോളം ഇത് നിന്ന് ആസ്വദിച്ച് എല്ലാം നശിച്ച് മുച്ചൂട് മുടിഞ്ഞ് അവസാനം ഇവർ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവർക്ക് സാന്നിധ്യം കൊടുക്കും. എപ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്ത് കഴിയുന്നത് ആ സമയത്ത് ചിലപ്പോൾ ഞാൻ റിലീസാവും. അതായത് എൻ്റെ പ്രതികാരം പരിപാടി തീർന്ന് ഞാൻ തിരിച്ചു പോകും. നമുക്കിത് സിനിമ കഥ പോലെ തോന്നും. പലപ്പോഴും എന്തുകൊണ്ടാണ് പല ഈ തറവാടുകളും പല ആളുകളും അപ്പാടെ മുടിഞ്ഞു പോകുന്നത്? നമ്മൾ ചില വീടുകളെടുത്ത് നോക്കി കാണാൻ പറ്റുമല്ലോ. അവിടുത്തെ ഏതെങ്കിലും ഗർഭിണിയായ സ്ത്രീയോ തീ കൊളുത്തി മരിക്കുകയോ അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീയെ ഉപദ്രവിച്ച് കൊന്നുകളയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ സ്ഥലങ്ങളിൽ. ഇത് ഭയങ്കര അപകടമാണ്. ഒരു കണക്ക് റിലീസാവില്ല. പിന്നെ പ്രശ്നമുണ്ട്, ഈ സ്ഥലത്തോട്ട് വേറെ ആര് ചെന്നാലും താമസിച്ചാൽ അവർക്കും ഈ പ്രശ്നം വരും. ഇനി ഈ ആത്മാവിന് ആ വീടുകളിലും അല്ലെങ്കിൽ ഇവിടെ വന്ന് താമസിക്കുന്ന ആരുടെയെങ്കിലും ഒരാളുടെ ശരീരത്തിലോ ഇതിലോ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ ഇതുപോലത്തെ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എൻ്റെ ഒരു മുന്നിലുള്ള വെല്ലുവിളി എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ ആത്മാവിനോട് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ആത്മാവ് അനുഭവിച്ച പെയിനും ആത്മാവ് അനുഭവിച്ച വേദനയും നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റുക? ഇങ്ങനെ ഒരു നെഗറ്റീവ് സോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ നശിപ്പിക്കുന്ന സമയത്ത് ഈ വരുന്ന ആളുകൾ പറയും, അയ്യോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. ശരിയാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ ഒരു ഈശ്വരൻ്റെ അംശം പേറിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യ ശരീരത്തെ നമ്മൾ ദ്രോഹിച്ച് ആ ശരീരത്തെ നമ്മൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ശരീരത്തിലുണ്ടായിരുന്ന ആത്മാവ് പ്രേതരൂപമായിട്ട് മാറും. കാരണം അതിനിവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. നമ്മളോട് ആര് പറഞ്ഞു നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ കൊന്നുകളയാൻ, അല്ലെങ്കിൽ ആ മനുഷ്യനെ കൊന്നുകളയാൻ, അല്ലെങ്കിൽ ആ സ്ത്രീയെ കൊന്നുകളയാൻ, ആ സ്ത്രീയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ നമുക്കെന്ത് അധികാരം? ഒരു അധികാരമില്ല. ഈ അബോർഷൻ നടക്കുന്നുണ്ടല്ലോ ഇവിടെ, ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ട് ഈ അബോർഷൻ നടക്കുമ്പോണ്ടാവുന്ന അപകടം. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നമുക്കിത് എടുക്കാം. ഈ അബോർഷൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞുതരാം എന്നാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നടക്കുന്നൊരു കേസ് ഒരെണ്ണമുണ്ട്. ഒരെണ്ണമല്ല, ഇതിന് മുന്നേ ഒരു 3-4 മാസം മുമ്പ് സെയിം ഇഷ്യൂലൊരു കേസ് എനിക്ക് വന്നിരുന്നു. ഒരെണ്ണം ഒരുപാട് എനിക്ക് വരാറുണ്ട്. അപ്പം നമ്മൾ സോളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട. വളരെ മാന്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ പറയുന്നത് എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട. പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിതം നശിച്ചു പോയ ജീവിതം നിങ്ങൾക്ക് തരാൻ പറ്റുമോ? എൻ്റെ ലൈഫ് മറുപടി കൊടുക്കേണ്ടി വരും. മറുപടി ഇല്ല. നമുക്ക് ഇവരോട് പറയാൻ പറ്റുമോ ഇതാണ് പ്രശ്നമെന്ന്? ശരി, ഇനി നിങ്ങൾ ഇടപെട്ടാൽ നിങ്ങളും കൂടി ശാപം ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങൾ താല്പര്യം ഇടപെട്ടോ പറയും. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ശാപം ഏറ്റെടുക്കുന്നത്? ഒരു ആവശ്യം നമുക്കില്ല, മനസ്സിലായോ? അതായത് ഒന്നുമില്ല, നമ്മളൊരു കുറ്റകൃത്യത്തിലൂടെ നമ്മൾ പങ്കാളിയാവാം. എനർജി ലെവലുള്ള കാര്യം പറയുന്നത്. നമ്മളെന്തിനു പരിപാടിക്ക് പോകുന്നത്? ഇനി എന്ത് തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം കുറച്ചുണ്ട്. അത് ഈ ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ അതിനോട് വളരെ സൗമ്യമായി സ്നേഹിച്ച് സംസാരിച്ച് അങ്ങനെ നടത്തിയിട്ട് ഇങ്ങനെ നമുക്കൊരു റിക്വസ്റ്റൊക്കെ വേണ്ടി കൊടുക്കാം. ഇതിങ്ങനെ ഇന്ന ആൾ ഇന്ന് പാവമാണ്, ഇത്ര നാൾ അനുഭവിച്ചില്ലേ, അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി വേണമെങ്കിൽ ഞാൻ ഇയാളെ വിട്ട് ചെയ്യിപ്പിച്ച് തരാം, ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കുറച്ച് കേസുകൾ റിലീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇതിന് വേണ്ടി വന്ന ഒരുപാട് കേസുകൾ അവർക്ക് 2 മക്കൾക്കൊന്നും അറിയില്ലായിരുന്നു. കുടുംബത്തിലെ ശാപമായിരുന്നു, പിതാവുമായി ബന്ധപ്പെട്ട ശാപമായിരുന്നു. അത് നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ഞാൻ റിലീസ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ അവരുടെ ലൈഫൊക്കെ ബെറ്ററായിട്ട് പോകുന്നുണ്ട്. അതും ഭയങ്കര ചാൻസ് കുറവാണ്. കാരണം അത് പ്രേതാത്മാവ് തന്നെ വിചാരിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, അക്സെപ്റ്റ് ചെയ്യണം, ചെയ്യുന്നതൊക്കെ കാര്യങ്ങൾ. ഇവിടെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 തലമുറ വരെ ചിലപ്പോൾ ഇത് നിൽക്കാൻ സാധ്യതയുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ഇപ്പോൾ പല ആളുകളും വിളിക്കുമ്പോഴോ ചേട്ടാ ഇത് ഞങ്ങൾ എന്തിനാണ് ചേട്ടാ ഇത് അനുഭവിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. പല ആളുകളും എൻ്റെ ചോദിക്കും, ചേട്ടാ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ചെയ്ത് കൂട്ടിയ ഈ വൃത്തികേടുകൾക്കൊക്കെ ഞാൻ എന്തിനാണ് അനുഭവിക്കുന്നത്? അപ്പൂപ്പൻ ഉണ്ടാക്കി വെച്ച സ്വത്തും പണമാണ് ഇവർ അനുഭവിക്കുന്നത്. ഇവരത് വേണ്ടെന്ന് വെച്ചിട്ടില്ല.
അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. എന്താന്ന്, ഈ പൂർവികരുടെ ശാപത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ പ്രേതാത്മകളുടെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി എന്താണോ, അച്ഛനും അമ്മേനെയും ഉപേക്ഷിച്ച് അച്ഛൻ്റെ അമ്മയുടെ സ്വത്തുക്കളൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങി പൊക്കോ വീട്ടിൽ നിന്ന്, രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അതുള്ളൂ സൊല്യൂഷൻ. ആ സ്വത്തുക്കൾ, ആ അച്ഛൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്മാരുടെ ആയിരിക്കുമല്ലോ, ആ സ്വത്തുക്കൾ ആരെല്ലാം അനുഭവിക്കുന്നുണ്ടോ, ആരെല്ലാം അതിൽ നിന്ന് 1 രൂപ പങ്ക് വഹിക്കുന്നുണ്ടോ അവരിലോട്ട് എല്ലാം കണക്ട് ചെയ്യും. ആരെങ്കിലും പോവില്ല, അതിന് പിടിച്ച് നിൽക്കുന്നവരെ എല്ലാവരും തകർത്ത് തരിപ്പടായി കളയും. ഒന്നുകിൽ അസുഖങ്ങൾ, വയറുവേദന, ചൊറിച്ചിൽ, ബുദ്ധിമുട്ടുകൾ, ജോലിക്ക് പോയാൽ ശരിയാവില്ല, അവിടെ നിന്ന് ശരിയാവില്ല, കല്യാണം കഴിച്ച പ്രശ്നങ്ങൾ, കല്യാണം കഴിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ, കുഞ്ഞുണ്ടായ പ്രശ്നം, അതുങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. ഒരു സമയം പോലും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇത്രയും ഡേഞ്ചറായ സിറ്റുവേഷനിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത്രത്തോളം ദൈവം ഈ വിഷയത്തിൽ ഇടപെടില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആ ശരീരത്തിലോട്ട് പ്രാണൻ കൊടുത്തു, പുള്ളിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ പോയിട്ട് നമുക്ക് അത് വേണം ഇത് വേണം, നമ്മുടെ പ്രാർത്ഥന കേൾക്കണം, എനിക്ക് നെഗറ്റീവായി ഇഷ്യൂ റിലീസ് ചെയ്ത് തരണം, നടക്കില്ല. ഇനി ചെയ്യാം, പൂർണ്ണമായിട്ട് എല്ലാം ഉപേക്ഷിക്കട്ടെ. ഇപ്പം നിനക്കൊരു കുടുംബത്തിലൊരു ശാപമുണ്ട്, നിൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയായിട്ടൊരു ശാപമുണ്ട്, നീ ഉപേക്ഷിച്ച് വാ, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. എല്ലാം ഉപേക്ഷിച്ച്, നിൻ്റെ 1 രൂപ പോലും നിൻ്റെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന്, കുടുംബത്തിൽ നിന്നും നീ വാങ്ങില്ല എന്ന് പറഞ്ഞ് നീ ഉപേക്ഷിച്ച് എല്ലാ ബന്ധങ്ങളും അറുത്ത് മുറിച്ചിട്ട് വാ, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തരാം. അല്ലാതെ വരണ്ട, രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നീ അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ബന്ധമായിട്ട് വരുന്നത്, ഈ ബന്ധമായിട്ട് നീ നിൽക്കുന്ന സമയത്തും, ഈ രക്തബന്ധമായിട്ട് നിൽക്കുന്ന സമയത്ത് നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ പറയുന്ന പ്രോസസ്സിൽ ചെയ്താൽ നിനക്ക് ഇതിന് പുറത്തു പോകാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പോവില്ല. കാരണം എന്താ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ്, കോടിക്കണക്കിന് രൂപ വേണ്ട, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അപ്പുറത്തുണ്ടാവും. നമുക്കത് പറ്റില്ല. നമ്മുടെ അച്ഛനമ്മേനൊക്കെ ഉപേക്ഷിച്ച് വരാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പക്ഷേ ഇങ്ങനെ ഒരു ശാപം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു ഭയങ്കര സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഈ കത്തിക്കരിഞ്ഞ പെൺകുട്ടി, ഇപ്പോൾ ഒരു സ്ത്രീയാണ് കത്തിക്കരിഞ്ഞിട്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും സാന്നിധ്യം കാണിക്കാൻ തുടങ്ങും. ആ സാന്നിധ്യമാണ് കരിഞ്ഞ മാംസം, കത്തിക്കരിഞ്ഞ മണം എപ്പോഴും വീടിൻ്റെ പരിസരത്തുണ്ടാവും. എവിടെ നിന്നാണ് മണം എന്ന് നമുക്ക് മനസ്സിലാവില്ല. മെഡിറ്റേഷൻ നല്ല ഭക്തിയിലായിരിക്കും കുടുംബങ്ങളൊക്കെ. നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഭക്തിയായിരിക്കും, ഒരു കാര്യമില്ല, വെറുതെ ഫേക്കാണ് ആ ഭക്തി. കാരണം ഇവർ ഒരു തരി ഭക്തി അവിടെ ജനറേറ്റ് ചെയ്യാൻ പോകുന്നില്ല. കത്തിക്കരിഞ്ഞ മണം, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, സ്വപ്നങ്ങൾ കാണുമ്പോൾ, പിന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ ഈ കത്തിക്കരിഞ്ഞ സ്ത്രീയുടെ രൂപം സ്വപ്നങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വർഷങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും ഈ സ്വപ്നങ്ങൾ. ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണം. ഭയങ്കര ടഫായ കേസാണ്. കാരണം മറ്റൊരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ടഫാണ്. ഇത് പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ്, ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ പാരസെറ്റമോൾ കഴിച്ച് ഇങ്ങനെ പനി മാറ്റി പോകാന്ന് പറയാം. എപ്പോഴും പനി മാറുന്നില്ലല്ലോ അവിടെ. ഒരു താൽക്കാലികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ അപ്പുറത്തോട്ട് ഇതിനകത്തൊന്നും വേറെ ഒന്നും ഇല്ല. പെട്ട അതിൻ്റെ അകത്ത്.